ഹായ് എവ്രി വൺ, ഞാൻ ദീപക്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റം മാക്രൽ ഫ്രൈ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാക്രൽ ഫ്രൈന് വേണ്ട സംഗതികൾ ഇതൊക്കെയാണ്. അപ്പം നമുക്കത് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ 5-6 അല്ലി ഗാർലിക്, പിന്നെ ഒരു 3/4 ഇഞ്ച് ജിഞ്ചർ, പിന്നെ ഒരു 7-8 പച്ചമുളക്, പിന്നെ 4 ഉണക്കമുളക്, പിന്നെ കുറച്ച് കൊറിയാൻഡർ ഗ്രെയിൻസ്. പിന്നെ ഇതിന് ഏറ്റവും വേണ്ട ഈ ഐറ്റത്തിന് ഏറ്റവും വേണ്ട ഒരു സംഗതി കുരുമുളകാണ്, പെപ്പർ ഗ്രെയിൻസ്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നു. 3 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് വെക്കുന്നു. ഉണക്കമുളക്, ഇഞ്ചി, വെള്ളുള്ളി, കുറച്ച് കൊറിയാൻഡർ ഗ്രെയിൻസ് ഇതിടുന്നു. പിന്നെ നമ്മൾ കരിവേപ്പിലയും ചേർക്കണം ഇതിൻ്റെ കൂടെ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും ചെറിയ ഉള്ളി നമ്മൾ ചേർക്കണം. ഇത് നമ്മൾ മിക്സിയിലല്ല അരയ്ക്കുന്നത്, ഇത് കല്ലിലാണ് അരയ്ക്കുന്നത്. അപ്പൊ അതിൽ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. കല്ലിൽ അരച്ച് നമ്മൾ മീനിൽ പുരട്ടി വെക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ഇത് കല്ലിൽ അരയ്ക്കാൻ പോകുന്നു. ഇനി നമ്മളിത് കല്ലിൽ അരയ്ക്കുകയാണ്. ഞാൻ മിക്സിയിലല്ല അരയ്ക്കുന്നത്, കല്ലിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ നമ്മൾ അരച്ചു വെച്ച മസാല മീനിൽ പുരട്ടി ഒരു 1/2-3/4 മണിക്കൂർ അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു. നമ്മൾ ഈ അരച്ച മസാലയിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇടണം. എന്നിട്ടാണ് നമ്മൾ മീനിലേക്ക് പുരട്ടി വെക്കുന്നത്. അപ്പോൾ നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് കരിവേപ്പില ഇടുന്നു. കരിവേപ്പില ഇട്ടു, എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ എടുക്കുന്നു. നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മസാല നമ്മൾ പൊടിയൊന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ അരച്ച മസാലയാണ്. അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇത് വറക്കാനായിട്ട് അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുന്നു. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.
ഓക്കെ